ഹലോ അസ്സലാമലൈക്കും. ബേക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിന്നർ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഡിന്നർ റോൾ അല്ലെങ്കിൽ ബ്രെഡ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പാൽ, ചെറിയ ചൂടുള്ള പാൽ കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൈദ ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിലേക്കാക്കി കുഴച്ചെടുത്താൽ മതി. പക്ഷേ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ഈ ഒരു പാലും ഈസ്റ്റും കൂടെ മിക്സാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കണം. ഇതിൻ്റെ മാവ് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കേണ്ടത്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കുറച്ചും കൂടെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഡബിൾ സൈസ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. 1-2 മണിക്കൂറൊക്കെ എടുക്കും. നല്ല ചൂടുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ നോക്കാം. ഇപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്താണ് വെച്ച് കൊടുത്തത്. അപ്പോൾ 1 മണിക്കൂറാകുമ്പോഴേക്കും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക. നല്ലോണം പഴക്കമുള്ള ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊങ്ങി കിട്ടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലാക്കി കൊടുത്താൽ മതി. ബ്രെഡാണ് വേണ്ടതെങ്കിൽ ഒന്ന് റോളാക്കിയിട്ട് ബ്രെഡ് ലോഫിൽ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഡിന്നർ റോളാണ് ചെയ്യുന്നത്. ബ്രെഡാണ് വേണ്ടതെങ്കിൽ ഈ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തിട്ട് ബട്ടർ പുരട്ടിയ ബ്രെഡ് ലോഫിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെതും. പിന്നെ അതുപോലെ തന്നെ ഡിന്നർ റോളിൻ്റെ റെസിപ്പിയൊക്കെ വിത്തൗട്ട് ഓവനൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ കുറേ മുമ്പ്. ഇത് നമുക്ക് ഇനി ബോൾസാക്കാൻ പാകത്തിന് ഒന്ന് കട്ടാക്കി എടുക്കുക. ഈ ഒരു അളവിൽ ഓൾമോസ്റ്റ് ഒരു 9 നമുക്ക് ഡിന്നർ റോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ബോൾസാക്കി കൊടുത്തിട്ട് ബട്ടർ പുരട്ടിയ ട്രേയിലേക്ക് ആക്കി കൊടുക്കുക. അടുത്തത് വെക്കുമ്പോൾ ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. നല്ലോണം അടുപ്പിച്ചിട്ട് വെക്കണ്ട. ഇപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഇത് വീണ്ടും ഡബിൾ സൈസ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വീണ്ടും ഡബിൾ സൈസായി കിട്ടണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിന്നർ റോൾ അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ചൂടുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും ഡബിൾ സൈസായി കിട്ടും. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 1 മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്കിതിനി മാറ്റി വെക്കാം. ഇത് കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലിട്ട ഈ ക്ലിംഗ് റാപ്പ് ഒന്ന് മാറ്റിയിട്ട് എഗ് വൈറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതി, മഞ്ഞക്കുരു എടുക്കണ്ട കേട്ടോ. ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 170 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ് വരെ വെച്ച് കൊടുക്കാം കേട്ടോ. 20 മിനിറ്റ് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കാം. ഓവനിൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലും വെക്കാം. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നില്ല, ആ രീതിയിലും ചെയ്യാം കേട്ടോ. ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം കേട്ടോ.
ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടോ, എന്നാലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ട്. അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്ര സോഫ്റ്റ് ഉണ്ടെന്ന്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, അതുപോലെ തന്നെ നല്ല സ്മെല്ലും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.